കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റോസ്റ്റിന് ശേഷം അളിയൻ റെസിപ്പീസ് അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റമാണ് കുക്കർ ബിരിയാണി. നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിൽ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. അളിയൻ റെസിപ്പീസ് ബൈ ഹരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ബിരിയാണി നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ചിക്കൻ ബിരിയാണിക്കായി ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. അതിനുശേഷം 2 സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എടുക്കുന്ന സമയത്ത് കുറച്ച് ഷുഗർ ഇടുന്നത് നല്ലതാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. അതിനുശേഷം നമുക്ക് കിസ്മിസും കാഷ്നട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓൾ ഗരം മസാല ഇടാം. കുറച്ച് വഴറ്റിയതിന് ശേഷം ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. സവാള ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ ബിരിയാണി മസാല. ചിക്കൻ ബിരിയാണി മസാല ഇല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈരും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 700 ഗ്രാം ഉണ്ടാകും. ബസ്മതി റൈസ് 2 ടീക്കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 350-400 ഗ്രാം ഉണ്ടാകും. പിന്നെ ഒരു ഫുൾ ചിക്കനും ഏകദേശം ഒരു 700 ഗ്രാം. അങ്ങനെ ചിക്കനും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കില്ല, കറക്റ്റ് 1 ഗ്ലാസ്. അങ്ങനെ എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ കുക്ക് ആവാൻ പാടില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന 2 സവാളയുടെ പകുതി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഐറ്റമാണ് ഫ്രൈഡ് ഓണിയൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ബേ ലീവ്സ് ഇടാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഉപ്പിടാം. ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നോട്ടിരിക്കണം, എന്നാലേ റൈസ് ബോയിലായി വരുമ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടാകും. 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് റൈസ് ഇടാം. അങ്ങനെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച 2 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കറക്റ്റ് റെസിപ്പി. റൈസ് എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മാക്സിമം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം എല്ലാം വറ്റി ഒരു ഹാഫ് കുക്ക് ആവും. നമുക്ക് ഹാഫ് കുക്ക് ആയാൽ മതി. ബാക്കി നമുക്ക് കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ബിരിയാണി മസാല പകുതി ഒരു ബൗളിലേക്ക് മാറ്റാം. പകുതി മസാല ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന റൈസ് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ട്, കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത പുതിനയിലയും മല്ലിയിലയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബിരിയാണി ദം ചെയ്യാനുള്ള ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയായി. ഇനി ഇതുപോലെ നമുക്ക് ഒരു ലെയറും കൂടെ റെഡിയാക്കണം. അതിനായി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ചിക്കൻ മസാല ആദ്യം ഇടുക. അതിനുശേഷം റൈസ് ഇടുക. പിന്നെ ബാക്കിയുണ്ടായിരുന്ന പുതിന, മല്ലിയില, കാഷ്നട്ട്, കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക.
അങ്ങനെ നമ്മുടെ കുക്കർ ദം ബിരിയാണിയുടെ 2 ലെയറും സെറ്റായി. അതിനുശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അടപ്പ് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ അടപ്പ് തുറന്നപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് ബിരിയാണിയുടെ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് റൈസൊക്കെ എന്താ അവസ്ഥയെന്നൊന്ന് നോക്കാം. റൈസ് എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓവർ ബോയിലൊന്നും ആവാതെ കുഴയാതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കർ ദം ചിക്കൻ ബിരിയാണി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ദം ബിരിയാണി പെർഫെക്റ്റ് ആക്കുന്നത്. വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാകത്തില്ല. നമ്മുടെ കുക്കർ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ആൻഡ് മെത്തേഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കർ ദം ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് ഹോം മെയ്ഡ് റെസിപ്പീസ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.